ഒരാൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നല്ല നിലവാരത്തിലെത്തിയ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ടാബിളിൽ ഇങ്ങനെ ചില്ലറ തുട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അതൊരു പേപ്പർ വെയിറ്റ് ആക്കി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വന്ന ഒരാൾ ആഗതൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് എന്നെ ഞാനാക്കി, അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന വഴികളെ എന്നെപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഞാൻ എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചതാണ്. ഞാൻ ആരായിരുന്നു എന്നുള്ളത് എന്നെ ഓർമ്മിപ്പിക്കാൻ കൊണ്ടുവച്ചതാണ്. അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള കഥ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പട്ടിണി കാലഘട്ടത്തിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമ്പോൾ സാധാരണ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ കടക്കാൻ തുച്ഛമായ ഫീസേ ഉണ്ടാവുള്ളൂ, എന്നാലും അതും കൊടുക്കാൻ കഴിയില്ല. ആ സമയത്ത് വീട്ടിൽ നിന്ന് മാസത്തിലൊരിക്കൽ ഒരു നിശ്ചിത സംഖ്യ വരും. അന്ന് ആ പൈസ വീട്ടിൽ നിന്ന് വരാത്തതുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ആരോടൊക്കെയോ 1 രൂപ തൽക്കാലം ഒപ്പിച്ച് ഉള്ള അന്ന് ഈ കോയിൻ ഇട്ടിട്ട് വിളിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിളിച്ചപ്പോൾ ഉമ്മ എടുത്ത് പറഞ്ഞു, മോനെ പൈസ ഇല്ല അയക്കാൻ, അതുകൊണ്ടാണ് അയക്കാത്തത്, നീ കുറച്ച് കഴിഞ്ഞിട്ട് അയക്കാം. അപ്പം ഉമ്മാനോട് പറയുന്നുണ്ട്, ഇപ്പം പൈസ അയച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ കഴിയില്ല ഉമ്മ, അത്ര പ്രയാസത്തിലാണുള്ളത്, എന്തു ചെയ്യും, എവിടുന്നും കിട്ടാനുമില്ല. അപ്പോൾ ആ ധർമ്മസങ്കടം പറഞ്ഞ് വെച്ചപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, സമയം കഴിഞ്ഞു. 1 രൂപ അതങ്ങ് വീണു, സമയം തീരുമല്ലോ. ആകെ പ്രയാസത്തിൽ ആ സമയം കഴിഞ്ഞ് റിസീവർ അവിടെ വെക്കലും കുറച്ച് കഴിഞ്ഞപ്പം മുന്നിലേക്ക് ആ റിസീവറിൽ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ തകരാറ് എന്തോ അറിയില്ല, കുറേ പൈസ ചാടിയായിരുന്നു. അപ്പോൾ ആ പൈസ പിന്നെ കയ്യിലെടുത്തിട്ട് ബൂത്തിലുള്ള ആളോട് പറയുമ്പോൾ അയാൾ പറഞ്ഞു, ഇതിഞ്ഞ് അതിലേക്ക് തിരിച്ചിടാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിയില്ല, അത് പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കയ്യിൽ ആ പൈസ, കിട്ടിയ പൈസ കയ്യിലിങ്ങനെ വെച്ചു. അപ്പോൾ അപ്പത്തെ ഒരു ഇതിൽ അവൻ എന്ത് ചെയ്തു, അവിടെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ അവിടെ ഇട്ട് പോകണ്ടല്ലോ. അപ്പോൾ ആ കയ്യിൽ ആ പൈസ അവൻ്റെ ഫീസ് അടക്കാൻ അല്പം മതിയാവുന്നൊരു പൈസ ഉണ്ടായിരുന്നു അതിൽ, അത് വെച്ച് ഫീസ് അടച്ചു. പിന്നെ കാലങ്ങൾ കഴിഞ്ഞു, പഠിച്ചു, പഠനങ്ങൾ കഴിഞ്ഞു, ഉയർന്ന നിലവാരത്തിലെത്തി, ഒരുപാട് പഠനങ്ങൾ കഴിഞ്ഞു, വലിയൊരു നിലയിൽ വലിയൊരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി കിട്ടി. അപ്പോൾ അതിന് പിന്നീട് പല സമയത്തും ഈ ഒരു പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ടൊന്നും ആ പണം സ്വീകരിക്കാനുള്ള വകുപ്പില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത്രയും വരുന്ന തുക അതിൻ്റെ നാണയത്തുട്ടുകൾ പിൽക്കാലഘട്ടത്തിൽ എടുത്തിട്ട് ആ നാണയം മുന്നിലിങ്ങനെ വെച്ചൊക്കെയാണ്, ഇങ്ങനെ പേപ്പർ വെയിറ്റ് ആയിട്ട്, അത് ഞാൻ വന്ന വഴികൾ എന്നെ ഓർമ്മിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ്. ഇതുണ്ടാവുമ്പോൾ ഞാൻ എത്ര വലുതായാലും ഇങ്ങനെയൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു എന്നെ ഓർമ്മിപ്പിക്കാൻ. എന്തു തോന്നുന്നു? ചില ഓർമ്മകൾ എന്നും നല്ലതാണ്. അത് നമ്മുടെ വന്ന വഴികളെക്കുറിച്ചാകുമ്പോൾ അത് കൂടുതൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഞാൻ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ഉള്ള വലിയൊരു അവസരമാണ്. ഇത് ഒരുപാട് വലിയ സന്ദേശങ്ങൾ ഇത് നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും പല ആളുകളും അവനവൻ്റെ പഴയ അവസ്ഥകളെക്കുറിച്ച് മറക്കാൻ ശ്രമിക്കുകയും ഇപ്പോൾ ഞാൻ എന്ത് എന്നുള്ളതിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറാണ് പതിവ്. അപ്പം അതിൽ വലിയൊരു സന്ദേശം നമുക്ക് കഥ നൽകുന്നുണ്ട്. ഇതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ 6ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിലായിരുന്നു. ഇവിടെയും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് പോരാനൊക്കെ നമുക്ക് ചില പ്രത്യേക സമയങ്ങൾ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ ഉമ്മ ഗർഭിണിയായ സമയത്ത്, ഞാനന്ന് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ എപ്പോഴും. അപ്പോൾ പുളിക്കലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ സ്കൂളിൽ അന്ന് ഈ രൂപത്തിൽ ഫോണുണ്ട്, 1 രൂപ ഇട്ടിട്ട് സ്കൂളിൽ സംവിധാനം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ നിന്ന് എപ്പോഴും ഓരോ രൂപ ഇട്ടിട്ട് ഫോൺ വിളിക്കും, എന്തായി, എങ്ങനെയാണ്, എന്നാണ്. നമുക്കൊരു ആവേശമാണ്, ഒരു ചെറിയ കുട്ടി വീട്ടിൽ വരിക എന്നുള്ള അങ്ങനെ ഒരു സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്നും വിളിക്കും. അപ്പോൾ ടീച്ചേഴ്സൊക്കെ എന്നെ അങ്ങനെ ശ്രദ്ധിക്കും. നമുക്ക് അത്ര അതിനെക്കുറിച്ച് അറിവുള്ളൂ. അപ്പോൾ നമ്മളെന്നും വിളിക്കുകയാണ്, ഉമ്മാനെ കൊണ്ടുപോയോ, പ്രസവത്തിന് കൊണ്ടുപോയോ, അങ്ങനെയൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് വിളിക്കുക. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ചിലവ് ചെയ്യണം, അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെ ഉണ്ടാവണം എന്താ വെച്ചാൽ എൻ്റെ അയൽവാസികളായിട്ടുള്ള 2 ആളുകൾ പിന്നെ അന്ന് രാത്രി എന്നെ ഹോസ്റ്റലിലേക്ക് കൂട്ടാൻ വരികയാണ്. അപ്പം ഞാൻ വളരെ സന്തോഷവാനാണ് ആ സമയത്ത്. ഉപ്പാക്ക് ഇപ്പോൾ തിരക്കായിരിക്കും, വരാൻ കഴിയില്ലല്ലോ എന്ന്. പക്ഷേ
ഞാൻ വീട്ടിലേക്ക് ഇങ്ങോട്ട് എൻ്റെ നേരെയുള്ള പെങ്ങൾ കാണുന്ന സമയത്ത് പുട്ടിയാണ് കരയുന്നതാണ് കാണുന്നത്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഉമ്മ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി മരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം വീട്ടിലേക്ക് വണ്ടി ചെന്നിട്ട് ഉമ്മാനെ തരാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ഉപ്പ ഒരു ഭാഗത്തുണ്ട്. കാരണം അവർക്കറിയാം പിന്നെ എല്ലാ ദിവസവും ഞാനിങ്ങനെ വിളിക്കുന്നതും ആ ഒരു സന്തോഷവും ഇതൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് പിന്നെ നല്ല ഉഷാറായിട്ട് തടിയും വലിപ്പമൊക്കെ ഉള്ള രൂപത്തിലൊരു കുട്ടി പക്ഷേ മരിച്ചു കിടക്കുകയാണ്. ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുക കുട്ടീൻ്റെ വയറിങ്ങനെ പൊന്തുന്നുണ്ടല്ലോ, കുട്ടിക്ക് ജീവനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുക. എന്നിട്ട് ഞാൻ അവരോടൊക്കെ ഇങ്ങനെ പറയുകയാണ്. എനിക്ക് എന്താ അറിയില്ല എന്താണ് അവിടെ സംഭവിക്കണമെന്ന് എനിക്ക് അറിയണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ പിന്നെ ഉമ്മാനെ നോക്കുമ്പോൾ ഉമ്മാനെ കാണുന്നില്ല. അപ്പോൾ സിസേറിയൻ ആയതുകൊണ്ട് ഉമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അങ്ങനെ ഏതായാലും അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം ആ കുട്ടീൻ്റെ മയ്യത്തൊക്കെ കബറടക്കിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാണ്, ഉമ്മാൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം ഉമ്മാക്ക് കാണുമ്പോൾ ഉമ്മാക്ക് അതിലേറെ സങ്കടം. കാരണം എല്ലാ കുട്ടികളും അടുത്തുണ്ട്, ഞാൻ അടുത്തില്ല. പക്ഷെ ഞാനാണ് ഇങ്ങനെ എപ്പോഴും ഇതിങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇങ്ങനെ കുറേ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും. കീബോർഡും മേപ്പട്ടും ഒക്കെ കുട്ടികൾ മരിച്ചു പോയത്. പക്ഷേ ഈ ഒരു ഫോണുമായി ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് അറ്റാച്ച് ചെയ്ത് ഒരു ഓർമ്മ വന്നു. പഴയ കാര്യങ്ങൾ, ഇനി പഴയ കഥകളോ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴും അതിൽ വന്ന ചില ടൂളുകൾ, ചില പ്രതിഭാസങ്ങൾ നമ്മളായിട്ടൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്ത കുറേ അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു നല്ല അനുഭവം കൂടി ഇതിൻ്റെ കൂടെ ചേർത്തു. ആ നല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും അള്ളാൻ്റെ വിധിയാണ് അല്ലേ. ഒരു പക്ഷേ നല്ലതായിരിക്കാം. കാരണം ഒരു ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയ കുട്ടികൾ സ്വർഗത്തിലാണ്. അല്ലെ ഞങ്ങളെ എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ, പിന്നെ അനിയൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ്. ഇവനിക്ക് ഉമർ എന്നാണ് പേരിട്ടിരുന്നത്. അപ്പോൾ ഉപ്പാക്ക് അങ്ങനെ ഒരു ആ പേരുകളിൽ ഇങ്ങനെ ഒരു പക്ഷെ കുട്ടി മരിച്ചു പോയി. അന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കോ പ്രസവിച്ച് ഇത് എടുത്തേക്ക് തന്നെ മരിച്ചു എന്നാണ് പറഞ്ഞത്. ഏതായാലും അത് വിധിയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് ഓർമ്മിക്കാൻ നിങ്ങളുടെ കഥയും കൂടി കാരണമായി എന്നുള്ളതാണ്.